ഹായ് ഹലോ ബോഷു, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ആൻഡ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് സ്റ്റഡീസ് നോക്കുന്ന അല്ലെങ്കിൽ പാരീസിലോട്ടോ അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നല്ല ഏത് കൺട്രിയിലോട്ടും നോക്കുന്ന സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ പോരുന്നതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടാകുന്ന കാര്യം അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ഇറ്റ് മൈറ്റ് ബി ഹെൽപ്ഫുൾ ഫോർ ലോട്ട് ഓഫ് സ്റ്റുഡൻസ്, എബ്രോഡ് സ്റ്റഡീസ് നോക്കുന്നവരും അതുപോലെ തന്നെ വന്നിട്ടുള്ളവർക്കും ഒക്കെ മേ ബി ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. സോ നമുക്ക് ടൈം കളയാണ്ട് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. സോ വെൽക്കം ടു പാരീസ് ബൈ സെസി യൂട്യൂബ് ചാനൽ. സോ ഫസ്റ്റ് തിങ്, നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് റിസർച്ചാണ്. ഇപ്പം നിങ്ങൾ ഒരു +2 അല്ലെങ്കിൽ ഡിഗ്രിയോ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾ 1 വർഷം മുന്നെയോ 2 വർഷം മുന്നെയോ നിങ്ങളുടെ എബ്രോഡ് സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുക. സോ എൻ്റെ കേസിലെന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു +2 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ 10th തൊട്ട് എനിക്ക് എബ്രോഡ് സ്റ്റഡീസ് ഇഷ്ടമാണ്, താല്പര്യമുണ്ട്. പക്ഷെ +2 കഴിഞ്ഞ് ഞാൻ വേറൊരു കോഴ്സ് എടുത്തു, അത് ഡ്രോപ്പ് ചെയ്തു. പക്ഷെ അതിനെ മെയിൻ ഒരു റീസൺ എന്ന് എനിക്ക് എബ്രോഡ് പോകണം എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു എനിക്ക് എബ്രോഡ് പോകണം എന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഞാനത് തലയിൽ കയറ്റി അതിൻ്റെതായ ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഡിഗ്രി സ്റ്റാർട്ടിങ് ടൈമിൽ തൊട്ടേ ഞാൻ എൻ്റെ പ്രൊഫസേഴ്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അബ്രോഡ് സ്റ്റഡീസ് നോക്കുന്നുണ്ട്, ചില കോഴ്സുകളെ കുറിച്ചൊക്കെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ അബ്രോഡ് സ്റ്റഡീസിൻ്റെ പ്ലാൻ നേരത്തെ നിങ്ങൾക്ക് അങ്ങനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് നേരത്തെ തുടങ്ങും. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 year മുന്നെയെങ്കിലും നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ഫസ്റ്റ് തിങ്. അങ്ങനെ നിങ്ങൾ അബ്രോഡ് സ്റ്റഡീസ് നിങ്ങൾ പ്ലാനിങ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും എങ്ങോട്ട് പോകും. കാരണം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അതുപോലെ തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ പലതരത്തിലുള്ള പ്രൊമോഷൻസും അതും ഇതും ഓഫേഴ്സും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ തന്നെ കൺഫ്യൂസ് ചെയ്യും. ഈ കൺട്രി ആണോ നല്ലത്, ആ കൺട്രി ആണോ നല്ലത്, ഇനി അവിടെ പോകുന്നതാണോ, ഈ കോഴ്സ്, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ അടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരും. സോ അതിനു മുന്നേ നമ്മൾ മേക്ക് ഷുവർ ഏത് കൺട്രിയാണ് നമുക്ക് ഇഷ്ടം. ഒരിക്കലും ഒരു കൺട്രി മാത്രം ഫോക്കസ് ചെയ്യരുത്. മെയിനായിട്ടൊരു കൺട്രി ഫോക്കസ് ചെയ്യും, അത് കൂടാണ്ട് ബാക്കപ്പിൽ ഒരു 2-3 കൺട്രി കൂടെ വെക്കുക. അത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിന് നടന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കൺട്രിയിലോട്ട് പോകാൻ നോക്കി, പേപ്പർ വർക്ക്സ് നടന്നില്ല. ഒരു 1 year-ഓളം അതിൻ്റെ പുറകെ നടന്ന് ലാസ്റ്റ് അത് ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ കൺട്രി ചെയ്തു. സോ മൾട്ടിപ്പിൾ ടൈമിൽ തന്നെ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കപ്പ് പ്ലാൻ എടുക്കാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ മെയിൻ കൺട്രി അല്ലാണ്ട് വേറെ 2-3 ഗുണം ബാക്കപ്പിൽ വെക്കുക. ദെൻ ഈ മെയിൻ ആയിട്ടുള്ള കൺട്രിയും അതുപോലെ തന്നെ ബാക്കപ്പിലുള്ള കൺട്രീസിനെ കുറിച്ച് നന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി നടത്തുക. അവിടെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ അവിടെയുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ പിന്നെന്താ അവിടുത്തെ കൾച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുക. അവിടെ പോയി കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വിധത്തിലൊരു ഐഡിയ കിട്ടും. ചിലപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത കൺട്രീനേക്കാളും ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മുടെ ബാക്കപ്പിലുള്ള കൺട്രീസിലുണ്ടാവും. സോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരിക്കലും ഏജൻസി പറയുന്നതിൽ മാത്രം നിൽക്കരുത്, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ റിസർച്ച് ചെയ്യുക. യൂട്യൂബ് ചാനൽസിൽ കുറേ പേര് വീഡിയോസ് ഇടുന്നുണ്ട്, അപ്പം ചിലതൊക്കെ നല്ലതാണ്. അങ്ങനെ ഒരു ചാനൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പല കൺട്രീസിലുള്ള പല ചാനൽസ് നിങ്ങൾ റെഫർ ചെയ്യുക. അങ്ങനെയൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. എൻ്റെ കേസിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിട്ടുണ്ടായിരുന്നു UK എന്നുള്ള പ്രിഫറൻസ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. സോ UK കുറിച്ച് കുറേ എൻ്റെ ഫ്രണ്ട്സിനോടും അവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പം അവർ പറഞ്ഞു ഓക്കെ UK അത്ര നല്ലൊരു ഓപ്ഷൻ അല്ല എന്ന് പറഞ്ഞു. സോ അറ്റ് ദ സെയിം ടൈം ഞാൻ യൂറോപ്യൻ കൺട്രീസും കൂടെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ എൻ്റെ ലിസ്റ്റിൽ ലാറ്റ്വിയയും ലിത്വാനിയയും അങ്ങനെയുള്ള കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള കൺട്രീസ് ആയിരുന്നു, കുറച്ച് ഈസി ആയിട്ടുള്ള കൺട്രീസ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ക്ലൈമറ്റിൻ്റെ പല ഇഷ്യൂസ് ഉണ്ട് അവിടെ, അല്ലെങ്കിൽ എൻ്റെ ഹെൽത്തും അവിടുത്തെ വെതറും തമ്മിൽ സെറ്റ് ആവത്തില്ല. സോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത കൺട്രീസ് നോക്കി. അങ്ങനെ ജർമ്മനിയും സ്വിറ്റ്സർലാൻഡും ഫ്രാൻസും ഒക്കെ നോക്കി. അതിൽ ബെസ്റ്റായിട്ട് തോന്നി എനിക്ക് ഫ്രാൻസ് ആയിരുന്നു. അങ്ങനെ ഫ്രാൻസിൻ്റെ ഡീറ്റെയിൽസ്, ഫ്രാൻസിനെ കുറിച്ച് സ്റ്റഡി നടത്തി. അങ്ങനെയാണ് ഞാൻ ഫ്രാൻസിലെത്തിയത്.
സോ അങ്ങനെ നിങ്ങൾ ബാക്കപ്പ് പ്ലാൻസ് ഒക്കെ വെച്ച് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ. സോ നിങ്ങളിപ്പോൾ ഒരു കൺട്രി ചൂസ് ചെയ്തു, ഇനി ആ കൺട്രീനെ കുറിച്ച് നിങ്ങൾ അറിയണം. സോ ആ കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമോ, പാർട്ട് ടൈം ഉണ്ടാവുമോ, അവിടെ സ്ട്രഗിൾസ് എന്തൊക്കെയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ഏജൻസി പറയുന്നത് കേൾക്കാണ്ട് നിങ്ങൾ അവിടെ ജീവിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ കണക്ട് ചെയ്യണം. നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ മാർഗങ്ങളുണ്ട്, ഫേസ്ബുക്കായിട്ടും യൂട്യൂബായിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ആയിട്ടൊക്കെ. സോ അതിലൊക്കെയുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുക, അവിടെയുള്ള ആൾക്കാരോട് ചോദിക്കുക, കോൾ ചെയ്യുക, മെസ്സേജ് ചെയ്യുക, എന്താണ് ബ്രോ അവിടുത്തെ ആക്ച്വൽ അവസ്ഥ, പാർട്ട് ടൈം കിട്ടുമോ, ജോലി എങ്ങനെ, മീൻസ് പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, അവിടെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണ് ഇപ്പോഴത്തെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവിടെ ആൾക്കാരോട് ചോദിക്കുക. സോ ഇത്രയാണ് ആ ഒരു നമ്മളൊരു കൺട്രി ചൂസ് ചെയ്യുന്നതോടെ വരെയുള്ള പ്രോസസ്സ്. നമ്മൾ ഓരോ കൺട്രീസിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയാലൊക്കെ അവിടെ ഏറ്റവും കൂടുതൽ ലേബർ ഷോർട്ടേജ് ഉള്ള ഏത് ഏരിയയിലാണെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ആൾക്കാരെ വിളിക്കുമ്പോൾ തന്നെ അവർ തന്നെ നമുക്ക് പല സജഷൻസും തരും. നമ്മുടെ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസും ഒക്കെ അവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യാൻ. കോഴ്സ് സെലക്ട് ചെയ്ത് വെച്ചാൽ അടുത്ത കാര്യം എന്ന് പറയുന്നത് കോളേജ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. കോളേജ് സെലക്ട് ചെയ്യുന്ന ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫ്രാൻസിൻ്റെ കേസിൽ നമ്മൾ നോക്കുന്നത് അക്രഡിറ്റേഷൻ വെച്ചിട്ടാണ്. ഇവിടെ പല ബിസിനസ് സ്കൂളുകൾക്കും പല അക്രഡിറ്റേഷനാണ്. ചിലത് ഡബിൾ അക്രഡിറ്റേഷൻ ഉണ്ട്, ചിലത് ട്രിപ്പിൾ അക്രഡിറ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു അക്രഡിറ്റേഷനും ഇല്ലാത്ത കോളേജസും ഫ്രാൻസിലുണ്ട്. സോ നമ്മൾ അക്രഡിറ്റേഷൻ ഉള്ള കോളേജസ് ചൂസ് ചെയ്യുമ്പം അവിടെ വരുന്ന കരിയർ ഫെയർസും അതുപോലെ തന്നെ ക്യാമ്പസ് ഇൻ്റർവ്യൂസും ഒക്കെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സിൻ്റെ വാല്യൂവും കൂടുതലായിരിക്കും. അപ്പം നമ്മളിനി ഇവിടുന്ന് വേറൊരു കൺട്രിയിൽ പോയാലും ഈ ട്രിപ്പിൾ അക്രഡിറ്റഡ് ആയിട്ടുള്ള കോളേജസിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് ആകുമ്പം നമുക്ക് കുറച്ചും കൂടെ പ്രിഫറൻസ് കിട്ടും. അങ്ങനൊരു കാര്യമാണ്. അപ്പം അതൊരു കാര്യം നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു കോളേജ് സെലക്ട് ചെയ്തു, പക്ഷെ ആ കോളേജ് നമ്മൾ എടുക്കുന്ന കോഴ്സിന് അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ചില കോളേജുകൾക്ക് അക്രഡിറ്റേഷൻ ഉണ്ടാകും, പക്ഷെ അത് നമ്മൾ എടുക്കുന്ന കോഴ്സസിന് ചിലപ്പോൾ അത് ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല. സർട്ടൈൻ കോഴ്സസിന് മാത്രമേ ഈ അക്രഡിറ്റേഷൻ ഉണ്ടാകത്തുള്ളൂ. സോ അതെല്ലാം അവരുടെ വെബ്സൈറ്റിൽ കയറി ശരിക്കും നോക്കിയിട്ട് വേണം കോളേജ് സെലക്ട് ചെയ്യാൻ. പിന്നെ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യമാണ് കോളേജസിൻ്റെ ഏരിയാസ്. ഇപ്പം ഇവിടെ തന്നെ എന്താ സർജി ഉണ്ട്, ലാ ഡിഫൻസ് ഉണ്ട്, പിന്നെ ഇന്നർ പാരീസിലുണ്ട്, ഔട്ടർ പാരീസിലുണ്ട്. സോ പാരീസ് ആകുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ലൈക്ക് മെട്രോസ് ഉണ്ടാകും, ട്രാംസ് ഉണ്ടാകും, പിന്നെ RR ഉണ്ടാകും. അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കുറച്ചും കൂടെ വളരെ ഈസി ആയിട്ട് പോകും. അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കോളേജ് സെലക്ട് ചെയ്യാൻ. അതുപോലെ തന്നെ കോളേജസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടെയാണ് അവിടെയുള്ള സ്റ്റുഡൻസിനോട് കോളേജസിനെ കുറിച്ചും ആ കോളേജിൽ നമ്മൾ എടുക്കാൻ പോകുന്ന പെർട്ടിക്കുലർ കോഴ്സിനെ കുറിച്ചുമുള്ള റിവ്യൂസ് ചോദിക്കുക. അതിനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക. നമ്മുടെയൊക്കെ കോളേജസിന് സോഷ്യൽ മീഡിയാസ് ഉണ്ടാവും, ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ഒക്കെ. സോ അതൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. അതിലൂടെ ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന അമേരിക്കൻ ബിസിനസ് സ്കൂളാണ്. അപ്പം ABSൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ പോയിട്ട് ഒഫീഷ്യൽ ഐഡിയിൽ പോയിട്ട് ഞാൻ ഓരോരുത്തർക്ക്, അതായത് ഇന്ത്യൻസിന് പേര് നമുക്ക് തോന്നിക്കുമല്ലോ, അങ്ങനെയുള്ളവർക്ക് ഞാൻ ടെക്സ്റ്റ് ചെയ്തു, അവർ വിളിച്ചു, അവരോട് കോളേജസിനെ കുറിച്ചും അതുപോലെ തന്നെ കോഴ്സസിനെ കുറിച്ചൊക്കെ ഞാൻ റിവ്യൂ എടുത്തു. ഒരാളോടല്ല, പല ആൾക്കാരോട് നമ്മൾ ചോദിക്കണം. അപ്പം പലർക്കും പല പെർസ്പെക്റ്റീവ് ആയിരിക്കും. അപ്പം അതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഡിസിഷൻ എടുക്കാൻ. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനോട് ചോദിക്കാം. കാരണം അവിടെ പഠിച്ചു പോയ ഒരാൾക്കും അതുപോലെ അവിടെ പഠിക്കുന്ന ഒരാൾക്കും മാത്രമേ ആ ഒരു കോളേജസിനെ കുറിച്ചും ആ ഒരു കോഴ്സിനെ കുറിച്ചും പ്രോപ്പറായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. പഠിച്ചിറങ്ങിയ ഒരാളാവുമ്പം അവിടെ ഉണ്ടാകുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ജോബ് കിട്ടുമോ എന്നൊക്കെ അറിയാൻ പറ്റും. പഠിക്കുന്ന ഒരാളുടെ പെർസ്പെക്റ്റീവ് വളരെ എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇതൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ ഏത് കൺട്രീസിലോട്ട് വരാനും ഇത്രയും ബേസിക് കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും ലോണൊക്കെ എടുത്ത്
അത്യാവശ്യം നല്ല ഫിനാൻഷ്യലി കുറേ സ്ട്രഗിളിൽ കൂടെയൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മളിവിടെ എത്തുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ ഒരു ഫണ്ടൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. സോ ഇവിടെ വന്ന് ചുമ്മാ നമ്മൾ അല്ലെങ്കിൽ അക്രഡിറ്റേഷനോ അല്ലെങ്കിൽ ഒരു വാല്യൂ ഇല്ലാത്ത ഒരു കോഴ്സിന് നമ്മൾ പൈസ മുടക്കി നമ്മുടെ അത്രയും എമൗണ്ട് നമ്മുടെ വേസ്റ്റ് ആക്കാൻ പാടില്ല. ഇവിടെ ചിലവർ വന്ന് കോളേജസിന് അക്രഡിറ്റേഷൻ ഇല്ലാണ്ട് ആകെ ബുദ്ധിമുട്ടായി കോഴ്സ് ഡ്രോപ്പ് ചെയ്തവരെ അറിയാം. ചിലവർ ഇവിടെ വന്നിട്ട് പറ്റാണ്ട് തിരിച്ചു പോയവരറിയാം. സോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഇത് ഫ്രാൻസിൻ്റെ കേസ് മാത്രമല്ല, ഈവൻ നമ്മൾ UK ആയാലും അല്ലെങ്കിൽ കാനഡ ആയാലും ഓസ്ട്രേലിയ ആയാലും ന്യൂസിലാൻഡ് ആയാലും ഏത് കൺട്രി പോവുകയാണെങ്കിൽ ഈ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേയൊക്കെ സ്കാമിൽ പെടാണ്ടും അല്ലെങ്കിൽ സ്മൂത്തായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ റൺ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു 3-4 വർഷത്തെ 3.5 വർഷത്തെ എൻ്റെ ഒരു പീരീഡിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ 10th കഴിയുമ്പോൾ അല്ലെങ്കിൽ +2 കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി കഴിയുമ്പോൾ അബ്രോഡ് പോകണം എന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ ആ ഒരു ടൈം തൊട്ടേ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല കോളേജിൽ നല്ല കോഴ്സൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് നല്ല ജോബൊക്കെ കിട്ടി സെറ്റാകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പറ്റും നിങ്ങൾ ശരിക്കും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം അത്രയേ ഉള്ളൂ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് തോന്നുന്നു. ഒരുപാട് പേർക്ക് മേ ബി ഒരു കുറച്ചെങ്കിലും 100% ഒന്നും ഇല്ലെങ്കിലും ഒരു 5% എങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ അത്രയേ ഉള്ളൂ. ബൈ.